ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു ചരിത്രം കേരളം ആവർത്തിക്കുന്നു. ഡൽഹിയിൽ പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധം. കേരളവും കർണാടകവും പ്രതിഷേധത്തിലാണ്. ഇന്ന് കർണാടകത്തിൻ്റെ പ്രതിഷേധമാണ് ജന്തർ മന്ദറിൽ. അതേ സ്ഥലത്ത് നാളെ രാവിലെ 11 മണിക്ക് കേരളം പ്രതിഷേധിക്കുന്നു. സമരം കേരളത്തിൻ്റെ അതിജീവനത്തിന് അനിവാര്യമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഡൽഹിയിൽ പറഞ്ഞത്. ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കും. ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ കർണാടകത്തിലെ കോൺഗ്രസ്സുകാർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് KPCCയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരളവും കർണാടകവും പ്രതിഷേധവുമായി ഡൽഹിയിൽ എത്തുന്നത്. കേരള സർക്കാരിൻ്റെ പ്രതിഷേധത്തിൽ നിന്നും പ്രതിപക്ഷമായ കോൺഗ്രസ് വിട്ടുനിൽക്കുമ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തെ പിന്തുണയ്ക്കുകയാണ്. സവിശേഷമായ സാഹചര്യത്തിലെ അനിവാര്യമായ പ്രതിഷേധമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സർക്കാരിന്റെ സമരത്തെ വിശേഷിപ്പിച്ചത്. ഡൽഹിയിൽ സമരം നടത്താനുണ്ടായ സാഹചര്യം കേന്ദ്രത്തിനെതിരായ കുറ്റപത്രം നിരത്തി മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഡൽഹിയില് കേരളം ഒരു സവിശേഷമായ സമരമാണ് നടത്തുന്നത്. തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, സമാജ്വാദി പാർട്ടി, RJD, JMM എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. സമരം ന്യായമായ ആവശ്യങ്ങൾക്കെന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24നോട് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാന്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. ഇവിടെ ധനകാര്യ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ചെലുത്തിയ വൻ പരാജയം, അതാണ് ഇന്നിവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. സമരത്തിന് പിന്തുണ തേടി എല്ലാ BJP NDA ഇതര മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. എന്നാൽ ദേശീയ ഇടതൈക്യത്തിന്റെ ഭാഗമായ CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെ പ്രതിഷേധത്തിനായി ക്ഷണിച്ചിട്ടില്ല. സാമ്പത്തിക സഹായം അടക്കമുള്ള വിഷയങ്ങളിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായാണ് കർണാടക സർക്കാർ പ്രതിഷേധ സമരം ഡൽഹിയിൽ നടത്തിയത്. കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് BJP സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് സിദ്ധരാമയ്യ. ಇದು ಕರ್ನಾಟಕದ ಹಿತವನ್ನ ಕಾಪಾಡಲಿಕ್ಕೆ, ಕನ್ನಡಿಗರ ಹಿತವನ್ನ ಕಾಪಾಡಲಿಕ್ಕೆ ಮಾಡ್ತಕ್ಕಂಥ ಚಳುವಳಿ. ಯಾಕಂದರೆ ಕೇಂದ್ರ ಸರ್ಕಾರ ನಮಗೆ ತೆರಿಗೆ ಹಂಚಿಕೆಯಲ್ಲಿ അന്യായ ಮಾಡಿದೆ. പ്രതിഷേധ സമരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ലെന്ന് DK ശിവകുമാർ. കേരളത്തിന്റെ നാളത്തെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ. കേരള ഗവൺമെന്റ് has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. They are contributing to the world's economy, country economy. കർണാടക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളത്തെ സമരത്തിൽ രാജ്യമാകെ കേരളത്തോടൊപ്പം അണിചേരുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ ഡൽഹി സമരത്തിൽ കർണാടക കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒറ്റപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കർണാടകത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് സമരത്തിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചത്. മന്ത്രി KJ ജോർജ്, അതുപോലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഇവരൊക്കെ തന്നെ ഈ ഡൽഹിയിലെ പ്രതിഷേധ സമരത്തിന് പിന്തുണ പറഞ്ഞു. അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു ചോദ്യമെന്ന് ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചു. ജനങ്ങൾ പറഞ്ഞ പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെയായി. സമയം ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഇത് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന് മൊത്തത്തിൽ ഐക്യം പൊതുവരില്ല. മൊത്തം നേതാക്കന്മാർ തമ്മിൽ ഐക്യങ്ങൾ തീരെയില്ല. അതാണ് കോൺഗ്രസിന്റെ മെയിൻ ആയിട്ടുള്ള പരാജയം. പക്ഷെ കോൺഗ്രസ് ആണ് നല്ലത് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. വീണ്ടും കോൺഗ്രസ് വരുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. BJP എതിരെ സർക്കാർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലുള്ള കേന്ദ്രം സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അത് തികച്ചും തെറ്റായ സമീപനമാണ്. ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ഇങ്ങനെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഏത് പ്രതിപക്ഷം ആയാലും പ്രതിപക്ഷം നല്ല ശക്തമായി നിൽക്കുക, കാരണം അവർ അനുയോജ്യമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതിനപ്പുറം എങ്കിലല്ലേ മറ്റവർക്ക് എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ തെറ്റുകൾ ക്ലിയർ ചെയ്യുക. പ്രതിപക്ഷം എന്ന് പറയുമ്പം ആ കേരളത്തിനകത്തുള്ള ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതാണ്. ഇവിടെ എന്തല്ല രാഷ്ട്രീയം എന്നൊക്കെ മറന്ന്
ഒന്നിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കേണ്ടത് തന്നെയാണ്. പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൂർത്ത് എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന ചെലവുകളുണ്ടല്ലോ, അതായത് വളരെ അത്യാവശ്യമായ ചെലവുകൾക്ക് പണം കൊടുക്കാതെ തീരെ അപ്രധാനമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുക. കോൺഗ്രസിനോട്, ആ പാർട്ടിയോട്, പ്രതിപക്ഷത്തോട് കാണിക്കേണ്ട ഒരു നീതി, മര്യാദ എല്ലാം ഭരണപക്ഷം കാണിക്കണം.